ഹലോ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സലാം, നമസ്കാരം. കേവലം വെറും 10 രൂപ മാത്രം ചിലവിൽ വാട്ടർ കണക്ഷൻ റീഡിംഗ് മീറ്റർ ഞാൻ സ്വയം തന്നെ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്കും ഇത് തീർച്ചയായിട്ടും ഉപകരിക്കും. വീഡിയോ ആദ്യാവസാനം സ്കിപ്പാക്കാതെ കാണണമെന്ന് താല്പര്യപ്പെടുന്നു. കണ്ടോ, പഴയ വാട്ടർ കണക്ഷൻ മീറ്റർ ഞാനിതാ ഇവിടെ സ്വയം തന്നെ അഴിച്ച് നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വാട്ടർ കണക്ഷൻ എടുത്തിട്ടുള്ളവർക്കും എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വളരെയധികം ഉപകരിക്കുന്നതാണ്. വീഡിയോ അവസാനം വരെ കാണണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കിണറും കുളവും കരണ്ടും വാട്ടർ പമ്പും എല്ലാം ഉണ്ടായിരുന്നാലും വാട്ടർ കണക്ഷൻ എടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. കാരണം കിണറും കുളവും വറ്റിപ്പോയി, അതല്ലെങ്കിൽ കരണ്ടില്ല, ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇടതടവില്ലാതെ വെള്ളം ലഭിക്കണമെങ്കിൽ വാട്ടർ കണക്ഷൻ കൂടിയേ കഴിയൂ. ഇങ്ങനെ നമ്മൾ നിർബന്ധിതമായി എടുക്കുന്ന ഈ വാട്ടർ കണക്ഷൻ്റെ മീറ്റർ കേടുവന്നാൽ എന്ത് ചെയ്യണം എന്നാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. വാട്ടർ കണക്ഷൻ മീറ്ററുകൾക്ക് സാധാരണ 1 വർഷത്തെ ഗ്യാരണ്ടിയാണുള്ളത്. അങ്ങനെ കേടുവന്നു കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിയിൽ നിന്നും നമ്മൾ പേപ്പറുകളെല്ലാം ശരിയാക്കി പുതിയ മീറ്റർ വാങ്ങി ഫിറ്റ് ചെയ്യുവാനുള്ള അനുവാദം വാങ്ങിയെടുക്കുകയും ചെയ്യുക. വാട്ടർ കണക്ഷനും പ്ലംബിങ്ങും ചെയ്യിക്കേണ്ടത് നല്ല അംഗീകൃത ലൈസൻസുള്ള പ്ലംബറെ കൊണ്ട് മാത്രമേ ചെയ്യിക്കുവാൻ പാടുള്ളൂ. നമ്മൾ വാട്ടർ അതോറിറ്റി അംഗീകരിച്ച പ്ലംബറെ കൊണ്ട് 1 വർഷം ഗ്യാരണ്ടിയുള്ള മീറ്റർ ഫിറ്റ് ചെയ്യിച്ചു. പക്ഷേ 1 വർഷത്തിന് ശേഷവും ഇത് കേടായാൽ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ഈ പറഞ്ഞതുപോലെ പേപ്പറുകളെല്ലാം ശരിയാക്കി 1 വർഷം ഗ്യാരണ്ടിയുള്ള വീണ്ടും ഒരു പുതിയ മീറ്റർ വാങ്ങി ഫിറ്റ് ചെയ്യേണ്ടി വരും. വീണ്ടും ലൈസൻസുള്ള ഒരു അംഗീകൃത പ്ലംബറെ വിളിച്ച് ചെയ്യിക്കുന്നതിന് പകരം ഞാൻ സ്വയം തന്നെ 10 രൂപ മാത്രം എനിക്ക് ചിലവ് വന്നിട്ടുള്ള ഒരു ഫിറ്റിംഗ് രൂപമാണ് ഞാനിവിടെ ഈ കാണിക്കുന്നത്. കണ്ടോ, അരിസ്റ്റോ എന്ന കമ്പനിയുടെ 1350 രൂപ വില വരുന്ന ഒരു വാട്ടർ മീറ്ററാണ് ഞാൻ ഇവിടെ ഇതിനായി വാങ്ങിയിരിക്കുന്നത്. ഡിസ്കൗണ്ട് 200 രൂപ കുറച്ച് 1150 രൂപയ്ക്കാണ് എനിക്കിത് ലഭിച്ചിട്ടുള്ളത്. വാട്ടർ മീറ്റർ നമ്മുടെ ഇഷ്ടത്തിന് എവിടെ നിന്നും നമുക്ക് വാങ്ങാമെങ്കിലും വാങ്ങിയ മീറ്റർ തീർച്ചയായിട്ടും വാട്ടർ അതോറിറ്റിയിൽ ഇതിൻ്റെ പുതിയ നമ്പറും വിവരങ്ങളും കാണിച്ച് ഫിറ്റ് ചെയ്യുവാനുള്ള അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് പുതിയ മീറ്റർ ഫിറ്റ് ചെയ്യുവാൻ പാടുള്ളൂ. ചെറിയ രൂപത്തിലെങ്കിലും പ്ലംബിംഗ് ചെയ്ത് വശമില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഇത് സ്വയം ഏറ്റെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ വാട്ടർ അതോറിറ്റി നമുക്ക് സ്വയം തന്നെ ഈ വാട്ടർ മീറ്റർ ഫിറ്റ് ചെയ്യുവാൻ അനുവാദം തന്നു കഴിഞ്ഞാൽ ഇത് ഫിറ്റ് ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ലൈനിൽ അഥവാ പൈപ്പിൽ വെള്ളം വരാത്ത ദിവസം തന്നെ വേണം തിരഞ്ഞെടുക്കുവാൻ. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ സൂക്ഷ്മമായിട്ട് 3032 എന്ന നമ്പറിലുള്ള സ്പാനർ ഉപയോഗിച്ച് വളരെ കൃത്യതയോടുകൂടി ഇതിൻ്റെ നെട്ടും ബോൾട്ടും അഴിച്ച് മാറ്റുക. പഴയ മീറ്റർ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി അതിനോടൊപ്പമുള്ള പൈപ്പുകളും കണക്ടിവിറ്റികളും കേടുകൂടാതെയാണ് അഴിച്ചെടുത്തിട്ടുള്ളതെങ്കിൽ പുതിയ മീറ്ററോടൊപ്പമുള്ള വാഷറല്ലാത്ത മറ്റു കണക്ടിവിറ്റികളൊന്നും ഈ പുതിയ മീറ്ററോടൊപ്പം നമ്മൾ പുതുതായി ചേർത്ത് ഫിറ്റ് ചെയ്യേണ്ടതില്ല. വാട്ടർ ലീക്കില്ലാതിരിക്കാൻ പുതിയ വാഷർ ചേർത്ത് ഫിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കണ്ടോ, പുതിയ മീറ്റർ നമ്മൾ വാങ്ങുമ്പോൾ അതിനോടൊപ്പം ഈ കാണുന്ന ആക്സസറീസ് കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൽ നമുക്ക് വാഷർ മാത്രമാണ് തൽക്കാലം ഉപയോഗപ്പെടുത്തേണ്ടതുള്ളൂ. നമ്മൾ ഈ മീറ്റർ സ്വയം ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി പറയുന്നത്. കണ്ടോ, മീറ്ററിൻ്റെ ഫ്രണ്ട് വശം ഒരു സൈഡിൽ ഇതുപോലെ ഒരു ആരോ കാണും. ഈ ആരോ കൃത്യമായി വേണം നമ്മൾ ഇത് ഫിറ്റ് ചെയ്യാൻ. അതായത് മീറ്ററിൻ്റെ നമ്പർ പ്ലേറ്റ് ഭാഗം മേലെ വരുന്ന വിധത്തിൽ പിടിച്ചു കഴിയുമ്പോൾ ആരോ ഭാഗം അഥവാ ഈ ആരോയുടെ മുനഭാഗം പുറത്തേക്ക് വെള്ളം വരുന്ന ഭാഗത്തേക്ക് വരും വിധം വേണം ഈ മീറ്റർ ഫിറ്റ് ചെയ്യുവാൻ. മീറ്ററിൻ്റെ വെള്ളം കയറുന്ന ഭാഗത്തേക്കും പുറത്തേക്ക് പോകുന്ന ഭാഗത്തും പുതിയ വാഷർ വെച്ച് തന്നെ വേണം ഫിറ്റ് ചെയ്യുവാൻ. ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, മീറ്റർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് പോകുന്ന ഭാഗമായിരിക്കണം നമ്മുടെ മീറ്ററിൻ്റെ ആരോ ഭാഗം ഉണ്ടായിരിക്കേണ്ടത്. നേരെ മറിച്ചാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്, ശ്രദ്ധിക്കുക. അതുപോലെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മീറ്റർ കറക്റ്റ് സെൻറ്ററിൽ അഥവാ പൈപ്പിൻ്റെ
ഇരുവശത്തേക്കും ചെരിഞ്ഞു പോകാതെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ മീറ്റർ വരുന്ന വിധത്തിൽ വേണം ഇത് ഫിറ്റ് ചെയ്ത് മുറുക്കുവാൻ. വല്ല കാരണവശാലും പഴയ പൈപ്പ് വല്ലതും പൊട്ടിപ്പോവുകയോ ജോയിൻ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇതുപോലെ നല്ല വൃത്തിയുള്ള ഒരു തുണിക്കഷ്ണം കൊണ്ട് ആ ഭാഗം നല്ല ക്ലീനായി തുടച്ച് അതിൽ നിന്നും അഴുക്കും പൊടിയും മാറ്റി വേണം ഇതിൽ പശ തേച്ച് ഇവിടം നമ്മൾ ഫിറ്റ് ചെയ്യുവാൻ. ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഫൈബർ ഫിറ്റിങ്സുകൾ തന്നെയാണ് ഞാൻ ഇവിടെ വീണ്ടും ഉപയോഗിക്കുന്നത്. സ്പെഷ്യലായി ഞാൻ വാങ്ങിയിരിക്കുന്നത് ഈ 10 രൂപ മാത്രം വില വരുന്ന ഒരു വശം ത്രെഡും മറുവശം പ്ലെയിനുമായിട്ടുള്ള ഈ കപ്ലിംഗ് മാത്രമാണ്. ഈ കപ്ലിങ്ങിൻ്റെ പ്ലെയിനായ വശം ഈ പശ തേച്ച് പഴയ പൈപ്പിൽ നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യുകയാണ്. ഈ കപ്ലിങ്ങിൻ്റെ പ്ലെയിനായ വശത്ത് നമ്മൾ പശ തേക്കുന്നത് പോലെ തന്നെ ഇത് ഫിറ്റ് ചെയ്യാനുള്ള ഈ പൈപ്പ് ഹോസിൻ്റെ ചുറ്റിലും പശ തേച്ച് കൊടുക്കേണ്ടതാണ്. എങ്കിലേ നല്ല കൃത്യമായിട്ടിത് ഒട്ടി ലീക്കില്ലാതെ ഇരിക്കുകയുള്ളൂ. പശ തേച്ച് 2 സെക്കൻഡിന് ശേഷം മാത്രം ഈ കപ്ലിങ് ഈ ഹോസിലേക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് ഇതുപോലെ നല്ല ടൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ കപ്ലിങ്ങിലേക്ക് കയറ്റേണ്ട കണക്ടിവിറ്റിയുടെ ത്രെഡുള്ള ഭാഗത്ത് വാട്ടർ ലീക്ക് പ്രൂഫായ ഈ വൈറ്റ് ടേപ്പ് ഇതുപോലെ നല്ല കൃത്യമായിട്ട് ചുറ്റി വേണം ഇതിലേക്ക് പിരിച്ച് കയറ്റുവാൻ. ഈ ത്രെഡിൽ ടേപ്പ് ചുറ്റുന്നത് വളരെ കുറച്ചുമായി പോകരുത്, ഒരുപാട് കൂടിപ്പോവുകയും ചെയ്യരുത്. കാരണം ടേപ്പ് ചുറ്റുന്നത് വളരെ കുറച്ചായി പോയാൽ വെള്ളം ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ചുറ്റി കൊടുക്കുന്നത് കൂടുതലായി കഴിഞ്ഞാൽ ഈ കപ്ലിങ് പൊട്ടിപ്പോകുവാനുമുള്ള സാധ്യതയുണ്ട്. ഫൈബറിൻ്റെ എസ് ഷേപ്പിലുള്ള ഈ ത്രെഡ് ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ടേപ്പ് ചുറ്റിയ ശേഷം ഈ കപ്ലിങ്ങിൽ ഇതുപോലെ വളരെ സൂക്ഷ്മമായി വെച്ച് മുറുകുന്ന വരെ ഇതിങ്ങനെ കറക്കി ഫിറ്റ് ചെയ്ത് കൃത്യമായി കൊണ്ടുവന്ന് കീഴ്പോട്ട് ഇതുപോലെ വെക്കുക. മീറ്ററിലേക്ക് വെള്ളം കയറുന്ന ഭാഗം നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തത് മീറ്ററിൻ്റെ ആരോയുടെ മുനയുള്ള ഭാഗമാണ്, അഥവാ വെള്ളം പുറത്തേക്ക് നമ്മുടെ ടാങ്കിലേക്ക് പോകുന്ന ഭാഗമാണ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞത്. ഇനി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മീറ്ററിൻ്റെ 2 ഭാഗവും പുതിയ വാഷർ വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതാണ്. അഥവാ വാഷർ വെച്ചിട്ടുണ്ട്, പക്ഷേ അത് കറക്റ്റല്ല എങ്കിലും അത് പിന്നീട് പ്രശ്നമുണ്ടാക്കും. ഒരുപാട് വെള്ളം ലീക്കായി പോകും. അത് വാട്ടർ അതോറിറ്റി നമുക്ക് പണി തരാനുള്ള സാധ്യതയുമുണ്ട്. ഈ പുതിയ മീറ്റർ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 ഭാഗത്തുമുള്ള പൈപ്പുകൾ അഥവാ ഹോസുകൾ തമ്മിൽ അല്പം ഗ്യാപ്പ് കൂടുതലോ കുറവോ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കൈകൊണ്ട് ഇടത്തോട്ടോ വലത്തോട്ടോ അല്പം തള്ളി അഡ്ജസ്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ കണക്ടിവിറ്റിയോടൊപ്പമുള്ള ബോൾട്ട് ഇട്ട് ഈ മീറ്റർ മുറുക്കുക എന്നുള്ളതാണ്. ഇവിടെയും നമ്മൾ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കാരണം ത്രെഡും ഈ ബോൾട്ടും തമ്മിൽ മുറുക്കുമ്പോൾ പിരിവെട്ടി കയറാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സ്പാനർ ഉപയോഗിച്ച് മുറുക്കുമ്പോൾ പിരിവെട്ടി കയറിയാലും ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്പാനർ ഇട്ട് മുറുക്കി ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് പിരിവെട്ടി കയറിയിട്ടുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചതിന് ശേഷം ടൈറ്റ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ഈ മീറ്റർ ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേയുള്ളൂ. വാട്ടർ മീറ്റർ കേടുവന്നാൽ ഫിറ്റ് ചെയ്യുന്ന പരിപാടി ഇത് വളരെ എളുപ്പമാണ്. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കിതുപോലെ സ്വയം തന്നെ ചെയ്യാവുന്നതുമാണ്. അങ്ങനെ മീറ്റർ ഫിറ്റ് ചെയ്ത് 2-3 ദിവസത്തിന് ശേഷം മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ, നമ്പർ കറങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്പർ കറങ്ങുന്നുണ്ട്, മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അല്പം പോലും എങ്ങും ലീക്കില്ലാതെ നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുമുണ്ട്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം, സലാം, താങ്ക്സ്.